ഇതാദ്യമായിട്ടല്ല ശശി തരൂർ തന്റെ അഭിപ്രായം പറയുന്നത്. ഒരു ലേഖനം എഴുതിയാൽ അത് കേരളത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും സഹായകമാണ്. അതിന്റെ ക്രെഡിറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായി പോകും എന്ന ദുഷ്ടലാക്കിൽ ഇപ്പോഴത്തെ സർക്കാർ, നിലവിലുള്ള സർക്കാർ അതിൽ കെട്ടിയിട്ട് വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നത്. നല്ല കാര്യം ചെയ്താൽ അതിനെ അംഗീകരിക്കണം എന്ന് എൻ്റെ വിശ്വാസമാണ്. പ്രത്യേകിച്ച് ഞാൻ ആവശ്യപ്പെട്ടു. ശശി തരൂർ എന്ത് സാഹചര്യത്തിന്റെ പുറത്ത്, എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുറത്താണ് ആ ലേഖനം എഴുതിയതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തൊരു വൃത്തികെട്ട സമീപനമാണ് ഇവരിപ്പോൾ കാട്ടുന്നത്. ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അത് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഈ അഭിപ്രായം പറയുന്നതിൽ എപ്പോഴും ഈ സംശയ നിഴലിൽ നിൽക്കേണ്ടി വന്നിട്ടുള്ള ആളാണ് താനെന്ന് പറഞ്ഞു പോലും ശശി തരൂർ ഇതിനു മുൻപ് ലേഖനം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്റെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ കൂടെ കാണാം. ഞാൻ പ്രചാരണ പ്രസംഗം പോട്ടെ, യൂട്യൂബിലുള്ള പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ അറിയൂ ഞാൻ എന്താണ് ആവശ്യപ്പെട്ടതാണ്. ശശി തരൂർ ഈ ലേഖനം എഴുതിയത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ. അല്ലെങ്കിൽ പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൃത്രിമ രേഖയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. എന്നാ അങ്ങനെ പറ. അത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാണ് അതിന് മറുപടി പറയുന്നത്. അപ്പം വിവരമുള്ള ഒരാൾ പോലും കോൺഗ്രസിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താണ്? ഈ ആവശ്യം കേരളത്തിന്റെ ആവശ്യമാണ്. ഞാനൊരു മലയാളി ജനപ്രതിനിധിയായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നതും സ്വീകരിച്ചിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും. ഞങ്ങളൊക്കെ സാധാരണ പാർട്ടി പ്രവർത്തകർ. അദ്ദേഹം ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ്, വിശ്വപൗരനുമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ അഭിപ്രായം പറയുന്നത് ശരിയല്ല. സത്യസന്ധമായിട്ടൊന്നും പറയാൻ പാടില്ല എന്നാണോ? കേരളയിൽ സമയത്ത് എല്ലാവരും ഒപ്പിട്ടപ്പോ തരൂർ ഒപ്പിട്ടിരുന്നില്ല. കേരളത്തിന് നേട്ടമായി പോകും. അതുകൊണ്ട് കേരളത്തിന്റെ നേട്ടം കുറച്ച് പറയണം, ഓരോ ദിവസം കുറച്ച് പറയണമെന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം? ലുലു മാളിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് പ്രശംസിച്ചത് കേരളം കണ്ടതാണ്. അന്നൊക്കെ വിശദീകരണം പറയേണ്ടി വന്നിട്ടുണ്ട്. ശശി തരൂർ ഒരിക്കലും കോൺഗ്രസ് രാഷ്ട്രീയക്കാരനെ ആയിരുന്നില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അദ്ദേഹം കോൺഗ്രസിലായിരുന്നു. കോൺഗ്രസിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചതും മന്ത്രിയായതും. ഇപ്പോൾ അവസാനം ഈ 2024 തെരഞ്ഞെടുപ്പിൽ ജയിച്ചതെല്ലാം ശരി തന്നെയാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയക്കാരനല്ല. പക്ഷെ കേരളത്തിൽ നിന്ന് പാർലമെന്റിലെത്താൻ ഏറ്റവും മികച്ച മാർഗം അദ്ദേഹത്തിന് കോൺഗ്രസിൽ ചേരുക എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസ് എത്തിച്ചേരുന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിനെ ഭരണത്തിലെത്തിക്കണമെന്നുള്ള യാതൊരു ബാധ്യതയും ഉള്ള ആളല്ല ശശി തരൂർ. 2029 രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്കണമെന്നുള്ള ബാധ്യതയും ശശി തരൂരിനില്ല. ഇത് വ്യക്തമായിട്ട് അറിയാവുന്നത് കോൺഗ്രസിന് തന്നെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി തനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കോൺഗ്രസ് നിന്നുകൊണ്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു. അദ്ദേഹത്തിന് മനസ്സിലായത് മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ മാത്രമാണ്. കാരണം അന്ന് കേരളത്തിൽ നിന്ന് മാത്രമാണ് അദ്ദേഹത്തിന് കാര്യമായി വോട്ട് കിട്ടിയത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് കാര്യമായി വോട്ട് കിട്ടിയില്ല. അതായിരുന്നു സത്യം. അപ്പോൾ ഹിന്ദി ബെൽറ്റിലോ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലെ ശശി തരൂർ എന്ന് പറയുന്നത് അത്ര ത്രസിപ്പിക്കുന്ന ഒരു പേരൊന്നുമല്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം നിരന്തരം കേരളം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഇനി പാർലമെന്റിലേക്ക് പോകാനുള്ള സാധ്യതകളോ താല്പര്യങ്ങളോ അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഒരു റീ ഓറിയന്റേഷനിലേക്ക് പോവുകയാണ്. ആ റീ ഓറിയന്റേഷനിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് എനിക്ക് 2 വർഷം മുമ്പ് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് സ്വയം അവതരിപ്പിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലൊക്കെ പോയി സ്വീകരണം ഏറ്റുവാങ്ങി. അത് കോൺഗ്രസിൽ വലിയൊരു വാദപ്രതിവാദത്തിന് വഴിയൊരുക്കി നമുക്കറിയാം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിൽ ചില അവസാനത്തെ കളികൾ കളിക്കുകയാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നത് ശശി തരൂർ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിൽ നിന്ന് പതിയെ പുറത്തേക്ക് പോവാണ്. അദ്ദേഹത്തിന്റെ വാതിലുകൾ കോൺഗ്രസിന് പുറത്തേക്ക് തുറന്നിട്ടിരിക്കുകയാണ്. ആ വാതിലിലൂടെ അദ്ദേഹം പതിയെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ എവിടെ നിന്നൊക്കെ പിന്തുണ വേണം, എവിടെയൊക്കെ അറ്റാച്ച് ചെയ്യപ്പെടണം, എവിടെയൊക്കെ തനിക്ക് ഓറിയന്റേഷൻ ഉണ്ടാവണം എന്നുള്ള കുറിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഡൽഹിയിൽ മോഡിയെ അദ്ദേഹം പ്രകീർത്തിക്കുമ്പോൾ കേരളത്തിൽ പിണറായി പ്രകീർത്തിക്കുന്നത്. 4 ടേം ലോകസഭാ മെമ്പറായ, നിരവധി അവാർഡുകൾ ലഭിച്ച, ലോകപ്രശസ്തനായിട്ടുള്ള ഒരു വിപ്ലവകാരി, ഒരു ബുദ്ധിജീവി, എല്ലാവരും അദ്ദേഹത്തിന്റെ കഴിവിനെ അംഗീകരിക്കുമല്ലോ. അദ്ദേഹം ഒരു പരാമർശം നടത്തിയാൽ ഇങ്ങനെയാണോ സൂചിപ്പിക്കേണ്ടത്? കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണിയുടെ ഒരു നയങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അപ്പം വിവരമുള്ള ഒരാൾ പോലും കോൺഗ്രസിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം?